വർഷം പഠിക്കാനുള്ള ഒരു അടിപൊളി ചാപ്റ്റർ ആണ് വെക്ടർ ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. ആ പേരിൽ തന്നെയുണ്ട് പുതിയൊരു ടേം വെക്ടർ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി, എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി. വെക്ടർ ക്വാണ്ടിറ്റി പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ലിസ്റ്റ് ഓഫ് വെക്ടർ ക്വാണ്ടിറ്റീസും സ്കേലാർ ക്വാണ്ടിറ്റീസും ആണ്. അപ്പൊ സ്കേലാറിൽ നോക്കുവാണെങ്കിൽ ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, സ്പീഡ്, മാസ്, ടെമ്പറേച്ചർ ഇവരൊക്കെ എന്താണ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഈ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ക്വാണ്ടിറ്റി എത്രയാണ് എന്നുള്ളത് മാത്രം മെൻഷൻ ചെയ്താൽ മതി. അതെയാണ് നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓൺലി മാഗ്നിറ്റ്യൂഡ്, മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി വെക്ടറിന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ അവിടെയും മാഗ്നിറ്റ്യൂഡ്, അതായത് എത്രയുണ്ട്, ക്വാണ്ടിറ്റി എത്രയാണ് എന്ന് നമ്മൾ പറയണം. അത് മാത്രം പോരാ, അതിന്റെ കൂടെ തന്നെ ഏതാണ് അതിന്റെ ഡയറക്ഷൻ എന്നുകൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. അങ്ങനെ ഡയറക്ഷൻ മെൻഷൻ ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ഫോഴ്സ് ആൻഡ് ആക്സലറേഷൻ. ഈ കാണിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ എന്താണ് ഡയറക്ഷൻ ക്വാണ്ടിറ്റി മാത്രമല്ല, അതായത് എന്താണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അത് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ അതിന്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലാണ് എന്നുള്ളത് കൂടി നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഹാസ് മാഗ്നിറ്റ്യൂഡ് ഓൺലി, ബട്ട് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ ഡയറക്ഷനും പറയണം. ഓക്കെ, ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ പോയിന്റിൽ എത്താൻ നമുക്ക് ഏത് വഴി വേണമെങ്കിലും പോവാം, ദ ടോട്ടൽ ഡിസ്റ്റൻസ് അതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ എന്തുണ്ട്, ഡയറക്ഷൻ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഇന്ന ഡയറക്ഷനിൽ പോകുമ്പോഴാണ് എന്ത് ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയുമാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ചെറിയൊരു വർക്ക് തരുവാണ്. ഈ കാണിച്ചിരിക്കുന്ന ലിസ്റ്റിൽ ഓരോന്നും വെക്ടർ ആണോ സ്കേലാർ ആണോ എന്ന് ഈ വീഡിയോയുടെ താഴത്ത് കമന്റ് ആയിട്ട് പറയാം.